அம்மா துணி எல்லாம் வாஷ் பண்ணியாச்சு. நான் வெளியில போட்டிருக்கேன். மழை பெய்யும் போது நம்ம எடுத்து வச்சுக்கலாம். ஈவினிங் ஆகும்போது மழை பெய்யும். അമ്മ உங்களுக்கு உங்க കണ്ണാടി എങ്ക இருக்குன்னு മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് തപ്പുവോ? അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മയുടെ കണ്ണാടി കിട്ടിയിട്ടില്ല. அம்மா நீங்க காலையில பேப்பர் படிச்சீங்கல்ல, அப்போ நீங்க கண்ணாடி போட்டுட்டு தானே படிச்சீங்க. அதுக்கப்புறம் நீங்க எங்க வச்சீங்க? ഞാൻ പത്രം വായിച്ചിട്ട് കണ്ണാടി എന്നും കൊണ്ടുവെക്കുന്ന സ്ഥലത്ത് തന്നെയാ കൊണ്ടുവച്ചത്. ആ അമ്മ ഉങ്ക കണ്ണാടി നിമിണ്ടാരി വെച്ചേ. എനിക്കിപ്പോ നിന്നെ നല്ല സംശയമുണ്ട്. നിനക്ക് ഈ ഇടയായിട്ടേ ഒരുപാട് അടുക്കലും ഒതുക്കലും പറക്കലും ഇച്ചിരി കൂടുതലാ. എവിടോ ഭദ്രമായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ അടുക്കലും പറക്കലും കാരണം മനുഷ്യന് സ്വസ്ഥത ഇല്ലാതായി. തൃപ്തിയായല്ലേ? മതിയായല്ലേ? എന്നാ പിന്നെ മിണ്ടായിരുന്നു. ഇപ്പൊ അടുക്കളല്ല ഏതെങ്കിലും കലത്തിനകത്ത് കൊണ്ടൊന്നും അരിക്കലത്തിനകത്ത് കൊണ്ടൊന്നും വെച്ചിട്ടുണ്ടാവും. ഞാൻ ചെന്നൊന്ന് നോക്കട്ടെ. അമ്മ വിളിക്കണ്ട. പ്രായക്കാർക്ക് ഇത്രയും ദേഷ്യം പാടില്ല. നമുക്ക് ഇച്ചിരിയും കൂടെ മുന്നോട്ട് പോകാം. കാറ്റേ എൻ വാസൽ വന്നാൽ മെതുവാ. ചക്കടേ പാറു അമ്മക്ക് കണ്ണട കടിച്ചതാ? എവിടെ അവിടെ ഫുൾ കോമഡി നടന്നുകൊണ്ടിരിക്കല്ലേ. മുഖത്ത് കണ്ണട വെച്ച് തപ്പിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അമ്മ പറയാ ഞാൻ തന്നെ എന്നെ കണ്ണട കണ്ടുപിടിച്ചോളാം. ഞാൻ പറഞ്ഞ ശരി ഓക്കെ. പാവം ലച്ചു, ഇനിയാவது നമുക്ക് സൊല്ലാമാ? അതല്ല രസം കനേന്റി. അമ്മൂമ്മ കണ്ണാടി നോക്കുമ്പോഴേ കണ്ണാടി ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടാ നോക്കുന്നത്. അപ്പൊ പിന്നെ മനസ്സിലാവത്തില്ലേ? എടി അമ്മൂമ്മയുടെ കണക്ഷൻ മൊത്തത്തിൽ പോയി കിടക്കുക. ഈ കണ്ണട വെച്ച കാര്യം ഉണ്ടല്ലോ അതൊക്കെ അമ്മൂമ്മ മറന്ന്. എന്നാലും ആന്റി ഈ അക്ഷരങ്ങളൊക്കെ വായിക്കുമ്പോ ഡിഫറൻസ് മനസ്സിലാവണ്ടല്ലേ? ஆமா, அதுதான் நானும் யோசிக்கிறேன். லெச்சு பாவம் லெச்சு, அம்மா கிட்ட போய் சொல்லாமா? സൊല്ലാൻ സമ്മതിക്കണ്ടേ? ഇങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഓടിച്ചു വിടുവാ. അമ്മൂമ്മ മിക്കാറും ഇപ്പൊ ഇങ്ങോട്ട് വരും. നമ്മള് ചുമ്മാ ചിരിക്കാൻ നിക്കണ്ട. ചിരിച്ചു കഴിഞ്ഞാ നമുക്ക് തന്നെ വഴക്ക് കിട്ടും. അയ്യോ ഞാനൊന്നിനും ഇല്ലെന്നാ. നീയാണ് അമ്മൂമ്മ വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കളിയാക്കി ചിരിച്ചത്. ഞാനൊന്നിനും ഇല്ലെന്ന് നൈസായിട്ട് ഊരാ നോക്കുന്നു. ഞാൻ കണ്ണട തപ്പുന്ന കാര്യം പറഞ്ഞ് ചിരിച്ചോണ്ട് നിന്നതാ. എന്നെ കണ്ടപ്പോ നിങ്ങൾ നിർത്തിയതല്ലേ? അതല്ലേ സത്യം? അല്ല അമ്മൂമ്മ കണ്ണട തപ്പട്ടേന് ഞങ്ങൾ എന്തിനാ ചിരിക്കണേ? അയ്യോ നീയാണ് ഇതിന്റെ മെയിൻ ആള്. എന്നാ അമ്മൂമ്മ പാവമാണ്, അമ്മൂമ്മയുടെ കണ്ണട കണ്ടില്ല, എന്നാ ഒന്ന് തപ്പിക്കൊടുക്കാം എന്നൊന്നും നീ വിചാരിക്കുന്നില്ലല്ലോ. എന്താ വെച്ച എത്ര ചിരിക്കാനേ? അത് ഞാൻ പറഞ്ഞുതരാം. അമ്മൂമ്മ സ്വയം അമ്മൂമ്മനെ തന്നെ പാവം എന്ന് പറഞ്ഞത് കൊണ്ട് അവള് ചിരിച്ചതാ. എല്ലാത്തിനും അടിച്ചെല്ലാത്തിനും തോലി പൊളിക്കുന്നുണ്ട് ഞാൻ. എന്റെ അമ്മൂമ്മ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും സാധനം കാണാതെ പോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് കയ്യിൽ കൊണ്ടു തരുമൊന്നുമില്ല. സ്വയം കണ്ടുപിടിക്കണം. അയ്യോ അത് നീ ഇനി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമൊന്നും വേണ്ട. എന്താ ചെയ്യേണ്ടതെന്നേ എനിക്കറിയാം. അല്ലെങ്കിലും എന്റെ കണ്ണട മാറണമെന്ന് വിചാരിച്ചിരുന്ന അത്ര നല്ലതൊന്നുമല്ല. ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചോളാം. എന്തിന്? എന്റെ അമ്മൂമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് ഏറ്റവും നല്ലൊരു കണ്ണട അതായിരുന്നു. അത് വെക്കുമ്പോ അമ്മൂമ്മക്ക് എന്തൊരു ലുക്കാന്നറിയോ? ശരിക്കും? ആ അമ്മൂമ്മയുടെ മത്തങ്ങ മുഖത്തിന് അതായിരുന്നു ചേർച്ച. ആണോ ലച്ചു? ആന്ന്. ദേ വേണമെങ്കിൽ ആന്റെ അടുത്ത് വെച്ച് ചോദിക്കോ. ஆமா அம்மா, ரொம்ப லுக்கா இருக்கு. അത് പോന്നെങ്കിൽ പോട്ടെ, ഞാൻ വേറൊരെണ്ണം മഴക്കാലെന്ന് മേടിച്ചോളാം. அதுக்கு வாழைக்காலையில ஷாப் எல்லாம் இருக்கா? എവിടെ ഒന്ന് പാലാരിവട്ടം വരെ പോകേണ്ടി വരും. പാലാരി വെട്ടമെങ്കിൽ പാലാരി വെട്ടം. ഞാൻ എവിടെ ആയാലും പോയി മേടിച്ചോളാം. അതിന് നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. പൈസ വല്ലതും വേണം? എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട. എന്നാലും ഞാനത് എവിടാ കൊണ്ട് വെച്ചേ? രാവിലെ വായിച്ചായിരുന്നു. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.